ഹായ് ഹലോ അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു കുക്കർ ചിക്കനാണ്. നല്ല ടേസ്റ്റിൽ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു മസാല തയ്യാറാക്കണം. അതിന് വേണ്ടി ഞാൻ കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ഉള്ളി ഒരു 10 എണ്ണമൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ഒരു തക്കാളി, പിന്നെ അതും കട്ട് ചെയ്തതും, കുറച്ച് മല്ലിയിലയും കൂടെ നല്ലതുപോലെ അരച്ചെടുക്കണം. വെള്ളം കൂട്ടാതെ നല്ലതുപോലെ അരച്ചെടുക്കണം. പിന്നെ ഒരു ഫുൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ ഉള്ളിലെ വേസ്റ്റൊക്കെ കളഞ്ഞ് നല്ലതുപോലെ കഴുകി പിന്നെ നല്ലപോലെ വരഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ വരഞ്ഞ് കൊടുക്കണം, എന്നാലാണ് മസാലയൊക്കെ ഉള്ളിലേക്ക് കയറുള്ളൂ. അതിനായിട്ടൊരു മസാല ഉണ്ടാക്കാം. പിന്നെ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ പിന്നെ മല്ലിപ്പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീര്, പിന്നെ 2 ടീസ്പൂൺ തൈര്. അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈരാണ് എടുത്തേക്കുന്നത്. പിന്നെ അതിലേക്ക് ആവശ്യമായ ഉപ്പ്. ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ അരച്ച് വെച്ച ഈ മസാല, പിന്നെ ഉള്ളിയൊക്കെ ചതച്ചത്, അതെല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലകൾ നല്ലതുപോലെ ഒന്ന് മിക്സായി കിട്ടണം. പിന്നെ മല്ലിയിലേക്ക് ഇട്ട് നല്ലതുപോലെ അരയണം, വെള്ളം ഒഴിക്കാതെ അരച്ചെടുക്കണം അത്. എന്നിട്ടെല്ലാം നല്ലതുപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. നല്ലതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം വേണം പിന്നെ ഇത് ചിക്കനിലേക്ക് പുരട്ടി കൊടുക്കാനായിട്ട്. ചിക്കൻ നല്ലതുപോലെ കഴുകി വെള്ളമൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം വേണം ഈ മസാല ഇതിലേക്ക് പുരട്ടി കൊടുക്കാനായിട്ട്. മസാല നല്ലതുപോലെ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ, ഈ വരണ്ടേൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ലതുപോലെ നമ്മൾ കൈകൊണ്ട് തന്നെ നല്ലതുപോലെ പുരട്ടി കൊടുക്കണം. ഈ വരഞ്ഞ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ലോണം മസാല പുരട്ടിയാലേ നല്ലതുപോലെ പിടിക്കുള്ളൂ. പിന്നെ ഉള്ളിലേക്കൊക്കെ, പിന്നെ ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ നല്ലതുപോലെ മസാല ഫുള്ള് ഇങ്ങനെ പുരട്ടി കൊടുക്കണം. ഇതിൽ കുറച്ച് ബാക്കി മസാല ഉണ്ടാവും. ഇത് പുരട്ടി കഴിഞ്ഞാലും അത് കളയരുത്. പിന്നെ അതെല്ലാം കൂടെ പിന്നെ നല്ലതുപോലെ പുരട്ടണം. അത് നല്ലതുപോലെ മസാലയെല്ലാം പറ്റിയതിന് ശേഷം അതൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് അതൊന്ന് മൂടി വെച്ച് ഒരു മണിക്കൂറോ 2 മണിക്കൂറോ നമുക്ക് സമയമുള്ളതുപോലെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിന് ശേഷം വേണം ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഈ ചിക്കൻ ഫുള്ള് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കണം. അതിൻ്റെ കാലൊന്ന് കെട്ടിക്കൊടുക്കണം. ഒരു നൂലെടുത്തിട്ട് രണ്ടും കൂടെ ഇങ്ങനെ പിടിച്ചിട്ട് കൂട്ടി കെട്ടിക്കൊടുക്കണം, അല്ലെങ്കിൽ അത് അകന്നു പോകും വെന്ത് വരുമ്പം. പിന്നെ ഈ മസാലയും അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒട്ടും ഒഴിക്കരുത്. ഈ മസാലയുടെ വെള്ളം ഇതൊക്കെ ഇറങ്ങിയിട്ടുണ്ടാകും. അതെല്ലാം കൂടെ വെച്ചിട്ട് വേണം ഇത് മൂടി വെച്ചിട്ടൊന്ന് 2 വിസിലൊന്ന് അടിച്ചെടുക്കണം. ഇതൊന്ന് പിന്നെ ഇപ്പോൾ 2 വിസിൽ ആവിയൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കി. പിന്നെ അത് ഒരു പാൻ വെച്ചിട്ട് ആ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഈ ചിക്കൻ മാത്രം എടുത്തിട്ട് അതിലേക്ക് ഇട്ടൊന്ന് മൊരിച്ചെടുക്കാം. അതിൻ്റെ മസാല അവിടെ മാറ്റി വയ്ക്കണം. അതിൽ വെള്ളം ഉണ്ടാവില്ല. ചിക്കനിൽ നിന്ന് വേവിച്ചപ്പോൾ വെള്ളം ഉണ്ടായിട്ടുണ്ട്. അതവിടെ ആ കുക്കറിൽ തന്നെ മാറ്റി വെക്കാം. എന്നിട്ട് വേണം ഇത് മൊരിച്ചെടുക്കാനായിട്ട്. പിന്നെ പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു ചെറിയ സവാളയും കട്ട് ചെയ്തതും, പിന്നെ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടീസ്പൂൺ വീതവും 3 പിന്നെ പച്ചമുളകും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതൊന്ന് വഴറ്റി വരുമ്പം ഒരു 1/2 ടീസ്പൂൺ ക്യാപ്സിക്കം, ഒരു പകുതി മതി, ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറിയതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. അതെല്ലാം കൂടെ നല്ലോണം വഴണ്ടി വന്നതിന് ശേഷം അതിലേക്ക് ഒരു ചിക്കൻ ക്യൂബാണ് ഇട്ട് കൊടുക്കുന്നത്. ചിക്കൻ ക്യൂബും കൂടി ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ നല്ലതുപോലെ ഒന്ന് പിന്നെ മിക്സ് ചെയ്തെടുക്കണം. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, പിന്നെ 1.5 ടീസ്പൂൺ ഇടിച്ച മുളകിലെ ചതച്ച മുളക് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മൊരിച്ചെടുക്കണം. എന്നിട്ട് അതിലേക്ക് പിന്നെ 1.5 ടീസ്പൂണ് ടൊമാറ്റോ സോസാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ടെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. എണ്ണ തെളിഞ്ഞ് വന്ന ഈ സമയത്ത് ഈ ചിക്കന് ഈ കുക്കറിൽ നിന്ന് എടുത്തിട്ട് ഈ മൊരിച്ചത് നമ്മൾ മൊരിച്ച് വെച്ചിട്ടുണ്ടല്ലോ ഫ്രൈ ചെയ്തിട്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ഈ മസാലകളൊക്കെ ഇതിൻ്റെ മേളിൽ ഇങ്ങനെ ആക്കി കൊടുക്കാം.
പിന്നെ നമ്മൾ വേവിച്ചപ്പോൾ കുക്കറിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് ചിക്കൻ വെന്ത വെള്ളമാണ്, നമ്മൾ ഈ മസാലയൊക്കെ ഇട്ടിട്ട് വേവിച്ചപ്പം ആ വെന്ത വെള്ളമാണ്, അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് പിന്നെ ഇതിൽ കൊടുന്നൊന്ന് മൊരിഞ്ഞ് വരണം, പിന്നെ നല്ല ഫ്രൈ ആയി വരണം. അപ്പോൾ ഇത് അങ്ങനെ തിരിച്ചിട്ട് കൊടുക്കണം കുറച്ച് കഴിയുമ്പം. പിന്നെ ഈ വെള്ളമൊക്കെ ഒന്ന് ഇതിൻ്റെ മേളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കണം. പിന്നെ ഒരു പിടി പിന്നെ മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, അതും കൂടി ഇട്ടിട്ട് പിന്നെ എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മൊരിയിച്ചെടുക്കുക. നല്ല ടേസ്റ്റുള്ളൊരിതാണ്. ഇതിൻ്റെ കൂടെ ചപ്പാത്തി, പൊറോട്ട, പിന്നെ നെയ്ച്ചോറ്, മന്തി ഇതിനൊക്കെ പറ്റും. ഇതേപോലെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ കൂടെ കഴിച്ചാൽ മതി. നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ഗ്രേവിക്ക് തന്നെ നല്ല ടേസ്റ്റാണ്. ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി ഇത് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം വളരെ എളുപ്പത്തിൽ.